വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി, ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇട്ടിരുന്നു. ബാലൻസ് മോഡാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളൊരു റേഞ്ച് പറഞ്ഞിരുന്നു അല്ലേ, ഒരു 300 പോയിൻറ്റിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റേഞ്ച് ബ്രേക്കൗട്ടായി. ആ റേഞ്ച് ബ്രേക്കൗട്ട് ആകുമ്പം നമുക്ക് ക്ലിയർ വ്യൂ ആണ് ആ സൈഡിലോട്ട്, അതായത് ഏത് സൈഡാണോ ബ്രേക്കൗട്ട് ആ റേഞ്ച് കിട്ടുന്നത്, ആ സൈഡിലോട്ട് നമുക്ക് നല്ലൊരു മൂവ് കിട്ടും. അതേപോലെ നമ്മുടെ ഒരു സപ്പോർട്ട് ലെവൽ ഇട്ടിരുന്നു. നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ അറിയാം. വേണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എക്സാക്ട്ലി താഴെ സപ്പോർട്ടിൻ്റെ അവിടെ ആദ്യം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ താഴെ വന്നപ്പം എക്സാക്ട്ലി സപ്പോർട്ട് എടുക്കുകയും നല്ലൊരു റിവേഴ്സൽ, ഒരു അപ്പ് മൂവ് കാണുകയുമാണ് ചെയ്തത്. ഓക്കെ, നമ്മളെപ്പോഴും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് ഒരു അദ്ദേഹം ചോദിച്ചിരുന്നു, ഇതെന്താണ് ഇപ്പോൾ ഈ ഫ്യൂച്ചറിനും സ്പോട്ടിനൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, എന്താണ് കാണേണ്ടതെന്നുള്ളത്. ഈ F&O അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു ഹെഡ്ജിങ് പർപ്പസിനായിട്ടാണ് വലിയ ടീംസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് വലിയ ഇതുണ്ടല്ലോ, FII DI എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവരെല്ലാം ഹൈ ലെവലിൽ ചെയ്യുന്ന ആൾക്കാർ ഇവരൊരു ഹെഡ്ജ് ചെയ്യും. അതായത് ഇവർ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അത് ലോസ് വരാതിരിക്കാനായിട്ട്, അതായത് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിലും ഓപ്ഷനിലും ട്രേഡ് ചെയ്യും. സോ ഇങ്ങനെ ഇരിക്കുമ്പം ഇതിനകത്ത് പ്രീമിയത്തിലാണ്, അതായത് ഈ ഡിഫറൻസ് ഉള്ളപ്പോൾ നമ്മൾ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സ്പോട്ടിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, വാല്യൂ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ലോവിൽ വലുതായിട്ട് സസ്റ്റെയിൻ ചെയ്യത്തില്ല. അതായത് ബാരിഷ് മോഡല്ല. ഈ വീഴ്ചയൊക്കെ ഒരു ഇമോഷണലാണ്. യുദ്ധം നടക്കുന്നു, ന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫീച്ചർ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഡിപ്പ് ഓൺ ബൈ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അല്ലേ, എല്ലാ യൂട്യൂബ് ചാനൽകാരും പറയാറുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ഒരു ഹെഡ്ജിങ് നടക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നല്ല മാർക്കറ്റ് വീഴുമ്പോൾ ഫ്യൂച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈ ഇൻ ഡിപ്പ് നടക്കുന്നുണ്ട്. നല്ല സ്റ്റോക്കിൽ താഴെ പ്രൈസ് കിട്ടുമ്പോൾ വാങ്ങിക്കുന്ന വലിയ ടീംസ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് ആണ് മനസ്സിലായത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽസ് നോക്കാം. ഇന്നത്തെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50-300, അതായത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നോക്കുന്നത്. 50-300 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടാണ് കേട്ടോ, നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് 50-300 എന്ന് പറയുന്നത്. സോ അവിടെ, അതായത് ഗ്യാപ് ഡൗൺ ആയി അവിടെ ഓപ്പൺ ആയാൽ രാവിലെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുകളിലോട്ട് നോക്കാൻ. അപ്പം ഞാൻ നോക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ വെയിറ്റ് ചെയ്യും. പിന്നെ ഈ ലെവൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 51,475, 400 എന്ന് പറയുന്ന ഈ ലെവൽ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടും 50,715, 50,665 ഒരു സപ്പോർട്ടുമായിട്ടും വർക്ക് ചെയ്യും. പക്ഷേ സ്ട്രോങ് സപ്പോർട്ട് 50-300 ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആയാൽ ചാടിക്കയറി ഷോർട്ട് ചെയ്ത് കളയരുത്, അല്ലെങ്കിൽ PE വാങ്ങിച്ച് കളയരുത് ബാങ്ക് നിഫ്റ്റി. ഈ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ എനിക്ക് വലുതായിട്ട് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടൂല എന്ന് തോന്നുന്നു. കാരണം ഇത് നാളെ എക്സ്പയറി ആണല്ലോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. പ്രീമിയമൊക്കെ നല്ല ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ പ്രീമിയം അവർക്ക് മെൽറ്റ് ചെയ്തേ പറ്റൂ. ഓപ്ഷൻ സെല്ലർ ഏറ്റവും കൂടുതൽ ഓപ്ഷനിൽ കളിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ സെല്ലർ സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഒന്നീ പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ 51,475 മുകളിൽ നമുക്ക് ഓപ്പണായി കിട്ടിയാൽ നമുക്ക് ഇന്നലത്തെ ഡേ ഓപ്പൺ, ഇന്നലത്തെ മെനിങ്ങാന്നത്തെ ഡേ ക്ലോസും ഇന്നലത്തെ ഡേ ഓപ്പണും ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ അതിൻ്റെ ഓപ്പൺ നമുക്ക് എവിടെ കിട്ടണമെന്ന് വെച്ചാൽ 51,475 മുകളിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഇവർ ഈ ലെവലിൽ, ഈ എന്താ പറയുക, ഒരു 300 പോയിൻറ്റിൻ്റെ ലെവലിൽ ഇവർ ഒരു അപ്പ് ആൻഡ് ഡൗൺ കൊടുത്ത് ഈ പ്രീമിയത്തിനെ മെൽറ്റ് ചെയ്യാൻ നോക്കും നാളെ എക്സ്പയറി ആയതുകൊണ്ട്. സോ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നീ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകണം, അല്ലെങ്കിൽ താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ആകണം. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് സിനാരിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടേതായ സെറ്റപ്പും ഇൻഡിക്കേറ്ററും എന്തുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ച് ഒന്നും പറയാറില്ല. ഇതിനകത്ത് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മാർക്കറ്റ് പ്രൊഫൈലും പിന്നെ എൻ്റേതായ ഒരു മാർക്കറ്റിനെ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇത് നോക്കിയിട്ട് ട്രേഡുകൾ എടുക്കുക. നല്ല വിജയങ്ങൾ കൈവരിക്കുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. സൈൻ ഓഫ് ചെയ്യുകയാണ് നിങ്ങളുടെ ഗുരുജി.
നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.